നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ ശ്രീലെ. നമസ്തേ രാജേഷ്. ഡൽഹിയില് ജന്തർ മന്ദറിൽ നടന്ന ആ ഒരു സമരം അവസാനിച്ചെങ്കിലും അതിന്റെ മറ്റ് അലയൊലികളൊന്നും ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് കരുതാൻ. കാരണം ഇപ്പോഴും അവിടെ ഈ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാറി, പകരം പ്രഹ്ലാദ് ജോഷി വന്നു. എന്നിട്ടും അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇത്തരം വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം പ്രവേശന പരീക്ഷ അടക്കമുള്ള ക്രമക്കേടുകൾ ഇനി അഴിമതി ഉണ്ടാകാതെ, ഇനി ഒരു കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ വകുപ്പ് കൃത്യമായി നോക്കിക്കൊള്ളുമെന്ന പ്രത്യാശയോടെ അതും ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. പക്ഷെ ഇപ്പോഴും കേരളത്തിലൊക്കെ ഈ മന്ത്രി രാജിവെച്ചത് വലിയൊരു വിഷയമായിട്ട് വീണ്ടും പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ആഘോഷിക്കുകയാണ്. കാരണം മോദി സർക്കാരിന്റെ കാലത്ത് ഒരു മന്ത്രി രാജിവെക്കുന്നത് വളരെ അപൂർവമാണ്. അതൊരു കാരണമുണ്ട്. കാരണം അഴിമതി ആരോപണം ഉള്ളപ്പോഴാണല്ലോ രാജിവെക്കുന്നത്. ഇത് അഴിമതി ആരോപണമല്ല, ഇത് ഒടുവിൽ നമ്മുടെ യുവാക്കളടക്കം തെരുവിലിറങ്ങി അതൊരു വൻ കലാപമായി മാറുമെന്ന ഒരു മുന്നറിയിപ്പിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതും. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ കേന്ദ്ര മന്ത്രിയുടെ രാജി നേരത്തെ തന്നെ സംഭവിച്ചേനെ. അപൂർവമാണ് മോദി സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു മന്ത്രിയുടെ രാജി. എന്തായാലും എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? കാരണം ഈ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ എന്തിനാണ് ഇപ്പോഴും ഈ മന്ത്രിയുടെ പുറകെ, രാജിവെച്ച മന്ത്രിയുടെ പുറകെ തന്നെ കൂടിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ 13-13 വർഷമാണ് BJP സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത്. ഈ BJP സർക്കാരിന്റെ കാലത്തൊന്നും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഴിമതിയും സ്വജനപക്ഷപാതവും തന്നെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് എവർക്കും വ്യക്തമായി അറിയാം. ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു. ആ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ അതിന് എല്ലാ രീതിയിലും ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം നേരത്തെ തന്നെ ഏറ്റെടുത്തതാണ്. അദ്ദേഹം ആ വിഷയത്തിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കൃത്യമായി തന്നെ അതിന് പരീക്ഷ നടന്നു, അതിനുശേഷം പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കണ്ടപ്പോൾ തന്നെ വീണ്ടും പരീക്ഷ നടത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും, ചെയ്യാവുന്ന എല്ലാ ബദൽ സംവിധാനങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, കുറച്ച് അഭിജിത് ദീപ്തയെ പോലുള്ള ആൾക്കാർ അവിടെ നിന്നും പോരേണ്ട ഒരു സമയം എത്തിയപ്പോൾ അവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് നേരെ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ വന്നൊരു ചെറിയ സമരം പ്ലാൻ ചെയ്യുന്നു. ഈ അവരുടെ സമരത്തിന്റെ മറവിൽ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഗോളടിക്കാൻ ചേർന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ അതിന്റെ കൂടെ സോനം വാങ്ചുക് കൂടി ചേർന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സമരമായി മാറി. അത് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്ന മുഴുവൻ അരാജകവാദികളും ഡൽഹിയിലേക്ക് എത്തുകയും ഡൽഹിയിൽ നിന്ന് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുകയും ചെയ്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൽഹിയിൽ കണ്ടത്. ഏതായാലും ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇവരുടെ നീക്കങ്ങളെ ഒന്നാകെ പൊളിച്ചു കളഞ്ഞു. അതായത് രാവിലെ പോലും മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തെന്താണ്, ഒരിക്കലും രാജ്യം അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് കുറെ പേരെ കൂടി തിരുവനന്തപുരത്തേക്ക്, എനിക്ക് തോന്നുന്നു ട്രെയിനൊക്കെ പിടിച്ച് അവിടെ നിന്ന് വരാൻ വേണ്ടി, ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ പിടിച്ച് വരാൻ വേണ്ടി ആൾക്കാർ റെഡി ആയിരിക്കുമ്പോഴാണ് ഈ സമരം ഇവിടെ അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഇവിടെ സമരം അവസാനിക്കുമ്പോൾ ഇടതു വലതു പക്ഷങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഇടതും വലതും അവരുടെ ആഘോഷങ്ങൾ, അവരുടെ അവർ ചെയ്തതോ സമരത്തിന്റെ ഫലമായി ഉണ്ടായതാണ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിയെയോ ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കളെയോ, ജോൺ ബ്രിട്ടാസും AR റഹീമും കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തേരാപ്പാര നടപ്പായിരുന്നു സമരസ്ഥലത്ത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു ആൾക്കാരെയോ കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടില്ല. അതായത് ഇടത് വലതുപക്ഷത്തെ കേന്ദ്ര സർക്കാർ കാര്യമാക്കിയിട്ടേ ഇല്ല. പിന്നെ എന്തിനാണ് ഇതിന്റെ ഒരു എട്ടുകാലിമ മൂഞ്ഞന്മാരെ പോലെ ഇതിന്റെ ഒരു പിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇവരായിരുന്നു ഈ സമരത്തിന്റെ ഓർഗനൈസേഴ്സ്, ഇടതും വലതുപക്ഷവുമായിരുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഏറ്റവും എളുപ്പം പ്രധാനമന്ത്രിക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിലയും ഇന്ന് വരെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇതിനും കൊടുത്ത വിലയല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഈ പ്രശ്നത്തിൽ ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ലോ കല്യാൺ മാർഗിലെ നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് നടത്തിയ നിരോധിത മേഖലയാണ്, അവിടേക്ക് നടത്തിയതിൽ അവിടെ പ്രകടനത്തിൽ പേരിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് കൂടി എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഇടത് വലതുപക്ഷങ്ങൾക്ക് പുല്ലുവിലയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ജെൻസി, അതായത് കുട്ടികളെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. കാരണം വളർന്നു വരുന്ന യുവതലമുറയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും യുവത്വത്തോടൊപ്പം തന്നെ നിലകൊണ്ടിട്ടുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ കൃത്യമായി റീനീറ്റ് നടത്തുകയും അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ കുട്ടികളെ അഡ്രസ് ചെയ്യുന്ന CJP എന്ന് പറയുന്ന ഒരു സംഘടന അവരുണ്ടാക്കി
സാംസ്കാരികമായി അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു സമരമായതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. സോനം വാങ്ചുങ്ങിനെയും അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരെയാണ് ഈ സമരത്തിൽ അഡ്രസ് ചെയ്തത്? ഇടതുപക്ഷക്കാരെ ആരെങ്കിലും വിളിച്ചോ? രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചർച്ച ചെയ്തോ? ഇത്രയും പ്രകമ്പനവും പ്രകടനവും ഉണ്ടാക്കിയിട്ട് എന്താണ് സംഭവിച്ചത്? 2 കേസ് കൂടി രാഹുൽ ഗാന്ധിയുടെ പേരിലുണ്ടായി എന്നുള്ളതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ അദ്ദേഹം ധാർമ്മികമായി രാജിവെച്ചു എന്നുള്ളത്, ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് ധാർമ്മികത, ഈ വിഷയത്തിലെ ധാർമ്മികമായ ഒരു പ്രശ്നം കാരണം രാജിവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണമോ ഈ നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധിപ്പിക്കാനുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ ആദ്യമല്ലല്ലോ, നമുക്കറിയാം രാജി ആദ്യമല്ല, മന്ത്രിമാരുടെ രാജി ആദ്യമല്ല. അതിന്റെ കണക്ക് ഞാൻ പറയാം, ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ രാജി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഈ സർക്കാരിന്റെ കാലത്ത് ഈ പറയപ്പെടുന്ന ഇത്രയും ദിവസത്തെ സമരം നടന്നു. നേരെ മറിച്ച് ആരാണ് ഈ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ, അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസോ? ആരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച് പറയാൻ കോൺഗ്രസിന് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഒരു ധാർമ്മിക അവകാശവും കോൺഗ്രസിനില്ല. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളുടെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ അത് കറക്റ്റായി അഡ്രസ് ചെയ്തു. 2 തവണയും ആദ്യമേ അത് അഡ്രസ് ചെയ്താണ്. വീണ്ടും അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല കുട്ടികൾക്കെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ട കാര്യമുണ്ട്. അത് പ്രക്ഷോഭമായി ഉയർന്നു വന്നപ്പോൾ രാജിവെച്ചു. അതിനെ ഒരു മോശപ്പെട്ട കാര്യമായി കാണേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ ഇവിടെ നമുക്ക് വ്യക്തമായും കൃത്യമായി അറിയാം, ഇതിന് ഈ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്ന രാഹുൽ ഗാന്ധിക്കെതിരെ 2 കേസുകൾ കൂടി എടുത്തു എന്നുള്ളത് കാണുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഏത് തരത്തിലായിരുന്നു ഈ സമരവും സർക്കാരും നോക്കിക്കണ്ടതെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആദ്യമാണോ? ഇവിടെ ചോദ്യപേപ്പർ ചോർച്ചയും ആദ്യമാണ്, ഒരു മന്ത്രിയും രാജിവെക്കുന്നത് ആദ്യമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ്. ഏതാണ്ട് ഒരു വലിയ വിജയം ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ഇടതും വലതുപക്ഷങ്ങളും കേരളത്തിലെ കുറച്ച് അരാജകവാദികളും ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ളവരുമൊക്കെ അവർ മോദിയെ ചീത്ത വിളിച്ച് ഫ്രസ്ട്രേഷൻ തീർക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നത് ഇത് ചർച്ച ചെയ്യുമ്പോഴും എത്ര പ്രശ്നങ്ങളുടെ പേരിൽ ആരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയെങ്കിലും രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോയോ? അഴിമതിയുടെ പേരിൽ രാജിവെക്കുകയോ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. 1956 അതായത് അരിയല്ലൂർ റെയിൽ ദുരന്തത്തെ തുടർന്ന് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഇത് പലരും ഇത്തരത്തിലുള്ള പല ആൾക്കാരും 1958 കൃഷ്ണമാചാരി LIC വൃന്ദ വിവാദത്തെ തുടർന്ന് ധനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു പിന്നീട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കീഴ്വഴക്കങ്ങളാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ഭാവി പോകുന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വേണ്ട, കേരളത്തിലേക്ക് വന്നാൽ 1994 നമ്മുടെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്നില്ലേ AK ആന്റണി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരിക്കെ പഞ്ചസാര ഇറക്കുമതി ആ വിഷയം ഉണ്ടായ സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായും തുടർന്ന് 8 വർഷക്കാലം കേന്ദ്രമന്ത്രിയായും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ധർമ്മേന്ദ്ര പ്രധാനെ അങ്ങ് തീർത്ത് കളയാം, ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങ് തീർന്നു പോയി എന്ന് വാദിക്കുന്നവർക്ക് അതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ രാജിവെച്ചു എന്നതിനപ്പുറത്തേക്ക് അതൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കലാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ആരും അദ്ദേഹം PSC വഴി നിയമിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടില്ല, കേന്ദ്രം ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടില്ല, അത്തരത്തിലുള്ള ഒരു അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, അങ്ങനെയൊന്നും ഇതുവരെ അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു ഈ തരത്തിൽ നീറ്റിൽ ഒരു പേപ്പർ ചോർച്ചയുണ്ടായി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അത് തീർച്ചയായിട്ടും അതൊരു പൊതുപ്രവർത്തകനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തന്നെയാണ് ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുക എന്നുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി 1986 റെയിൽവേ മന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യ രാജ്നാന്ദ്ഗാവ് ട്രെയിൻ അപകടത്തിൽ തുടർന്ന് രാജിവെച്ചിരുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ പിന്നീട് ക്യാബിനറ്റ് മന്ത്രിയെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ സിവിൽ ഏവിയേഷൻ, ടൂറിസം, മാനവവിഭവശേഷി വകുപ്പുകൾ കൈകാര്യം ചെയ്ത ശേഷമാണ് അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പോയത്. നമുക്കറിയാം കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒരാളാണ് മാധവറാവു. 2000 ശശി തരൂർ രാജിവെച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ. അതൊരു അഴിമതിയായി വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം ഭാഗമായി
ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു അത് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള കാരണങ്ങളില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദ്യപേപ്പർ ചർച്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇപ്പോൾ കേരളത്തിൽ PSC ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നതാണ്. അവിടെയൊന്നും പോകാത്ത ചില ആൾക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയപരമായ ഒരു നീക്കമായോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പരാജയമായോ ഇത് കാണേണ്ടതില്ല. വീണ്ടും അതീവ ശക്തിയായി തന്നെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരും. കേരളത്തിലെ യുവജനങ്ങളെ, ഇന്ത്യയിലെ യുവജനങ്ങളെ അദ്ദേഹം അഡ്രസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം യുവജനങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് യുവജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. സ്വാഭാവികമായി ചിലപ്പോൾ സംഭവിക്കാം, ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ എല്ലായിടത്തും സംഭവിക്കാം. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്രമന്ത്രി രാജിവെച്ചതോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. ഇപ്പൊ ഡൽഹിയിൽ അപ്പോൾ തന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂറിനകത്ത് സമരമെല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പോയി. കേരളത്തിലെ കുറെ അരാജകവാദികൾ അഴിഞ്ഞാടുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയിലൊക്കെയുള്ള ചില മലയാളികളും അത്തരത്തിലുള്ള ചില ഇപ്പൊ സുപ്രീം കോടതിയിലെ അഭിഭാഷകർ അങ്ങനെയൊക്കെയുള്ള ചില അരാജകവാദികൾ ഇത് വലിയ സംഭവമാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ വലിയ വിജയമായി പ്രഖ്യാപിക്കുന്നു. ജോൺ ബ്രിട്ടാസ് ഒക്കെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന്റെ പങ്ക് ഇതിൽ കണ്ടില്ല എന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ 13 കൊല്ലമായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒന്നും കഴിയാത്തത് കുറച്ച് കുട്ടികളുടെ സമരം എന്ന രീതിയിൽ അരാജകവാദികൾ കൂടി ചേർന്നിട്ടാണെങ്കിൽ കൂടി ആ ഒരു രാജി വെപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അത് നിങ്ങളുടെ വിജയമല്ല. സോനം വാങ്ചുങ്ങും അഭിജിത്ത് ദിപ്തെ അടക്കമുള്ളവർ അവർ ഉന്നയിച്ച ഒരു ആവശ്യം ന്യായമായിരുന്നത് കൊണ്ട് ഉണ്ടായ ചില വിദ്യാർത്ഥികളും ബാക്കിയുള്ള അരാജകവാദികളും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ടെത്തായാലും കേന്ദ്ര സർക്കാരിന്റെ പരാജയമല്ല. കേന്ദ്ര സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ്. ഇനിയും ഒരു പ്രശ്നമുണ്ടായാൽ അരാജകവാദികളും ഇത്തരത്തിലുള്ളവരും ഒരുമിച്ച് ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാരിനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്. കാരണം ഇത്രത്തോളം ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളും ഈ അരാജകവാദികൾക്കും ഒക്കെ ഈ ഭരണത്തോട് ഉണ്ടായിട്ടുണ്ട്. അഴിമതിയുടെ പേരിലല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല, പഴയ പല തീരുമാനങ്ങൾ, ഇപ്പൊ NCERT അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. നമുക്കറിയാം മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെയാണ് ആൾക്കാർ വന്നത്. ചിലർ സ്വർഗരാജ്യം ഉണ്ടാക്കാനും ചിലർ അതുപോലെ തന്നെ ഈ സമരത്തിൽ ചില തീവ്രവാദികളെ പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ചിലർ ഇത് ഖുറാനിൽ കാലം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനയാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ദേശവിരുദ്ധ ശക്തികളുടെ അജണ്ടയാണ് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേന്ദ്രം കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഓരോ വിഷയത്തിലും, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനവും കൂടുതൽ ജാഗ്രതയോടുകൂടി യുവജനങ്ങളോടും മറ്റുള്ളവരോടും ഒക്കെ ഓരോ വിഷയം മനസ്സിലാക്കിക്കേണ്ട അവസ്ഥ കൂടിയുണ്ട്. കാരണം ഈ ഇന്റർനെറ്റ് കാലഘട്ടത്തിൽ ഈ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഏതെങ്കിലും ബ്ലോഗർമാരോ യൂട്യൂബർമാരോ ഒക്കെ നൽകുന്ന ആ ഇൻഫർമേഷൻസിനെ ചിലപ്പോഴെങ്കിലും കണ്ണടച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ നമുക്കറിയാം, വിസ്മയ മോഹൻലാൽ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണ ഘട്ടത്തിൽ തല്ലുന്നു എന്നാണ് പ്രചരിക്കുന്നത്. അതിന്റെ പിന്നെ അജണ്ടകളെ പറ്റി ഒരു പ്രചരണവും ഉണ്ടായില്ല. കേരളത്തിൽ നിന്നുള്ള യൂട്യൂബേഴ്സും അഥവാ വ്യാജ ഇൻസ്റ്റാഗ്രാം ആൾക്കാരും ഒക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിന്റെ, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ വ്യാജ പ്രചരണങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പല കമന്റുകളും യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പൊ തോന്നുന്നു അങ്ങ് പറയുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കില്ല, എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയില്ല, രാഷ്ട്രീയ വിവരമില്ല, ബോധ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രധാനമന്ത്രി അടക്കം ആക്ഷേപിക്കാൻ അവരാരാണ്? കേരളത്തിലെ ഏതെങ്കിലും യൂട്യൂബർമാർ കൊണ്ടുവന്ന് മൈക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിനപ്പുറത്തേക്ക് ആ സ്ത്രീ ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ അറിയില്ല, അത് ആരാണ്? ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ആൾ ആരാണ്? എന്താണ് നമുക്കറിയില്ല. അവരെന്താണ് അവർ സാരിയൊക്കെ കൊടുത്ത് നടക്കുന്നു, നമുക്കിതിനെ കുറിച്ച് അറിയില്ല. അവർ പ്രധാനമന്ത്രി ആക്ഷേപിച്ച് എത്ര മോശമായാണ്. നമ്മളെല്ലാം കണ്ടതാണ് ബിഗ് ബോസിൽ വന്ന് സിഗരറ്റ് വലിച്ചു തള്ളുന്ന അവരെ. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി ഏത് തരത്തിലാണ് ആക്ഷേപിച്ചത്? പ്രധാനമന്ത്രിയുടെ അമ്മയെ പറയുന്നു, പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു. അതുകൂടാതെ പ്രധാനമന്ത്രി തമ്പാക്കടിക്കുന്നവനാണെന്ന് പറയുന്നു. അവർക്കത് ശീലമുണ്ട്, അവരുടെ ശീലമാണ് അവർ പറയുന്നത്. തമ്പാക്കടിക്കുന്നതും ഈ അച്ഛനും അമ്മയും ഇല്ലായ്മയും ഒക്കെ അവരുടെ ശീലങ്ങളല്ലേ, അവർക്കുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഒരു പരാതി പോലും ഇതുവരെ എടുക്കാതിരുന്നത്? കുറച്ചുപേരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പരാതി എടുക്കുമായിരിക്കും. പക്ഷെ എല്ലായിടത്തും ഇവർക്കെതിരെ പരാതി കൊടുക്കണം. അവരുടെ ക്ഷമയും മാപ്പും കൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇത് ഇത്തരത്തിലുള്ള പ്രപ്പകണ്ടകൾ അടിച്ചമർത്തുക തന്നെ വേണം. അതായത് രഞ്ജിനി ഹരിദാസ് അഴിഞ്ഞാടി ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ ഇവരും വിചാരിച്ചവർ അഴിഞ്ഞാടിയാലൊന്നും സംഭവിക്കില്ല എന്ന്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു സ്ത്രീയാണ് നമുക്ക് അറിയാം. കുറച്ച് ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഏതെങ്കിലും സിനിമാക്കാരോടൊക്കെ നടന്ന് സിനിമാക്കാർ ഇവരെ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇവരൊരു ഭാഗ്യമാണെന്ന് പല സിനിമാക്കാരും വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഇവരുടെ മേക്കപ്പിന്റെ മേന്മ കൊണ്ടൊന്നും ആവില്ല. ഈ തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ചിലർ ഇവരെയും കൂട്ടി നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ചില മേക്കപ്പ്
ആർട്ടിസ്റ്റുകൾ, നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, മര്യാദയ്ക്ക് ജീവിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിലുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ളവർ കിട്ടുന്ന അവസരങ്ങളെ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പേരുദോഷം കേൾപ്പിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ മാന്യമായി ജീവിക്കുന്ന, വളരെ ഭംഗിയായി ജോലി ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡറും ആക്ടിവിസ്റ്റുകളും, ട്രാൻസ്ജെൻഡേഴ്സും അവരുടെ അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളും കേരളത്തിലുണ്ട്. സത്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തുക വഴി അവരെ കൂടി ഇത്തരത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന രീതി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവരെ പോലുള്ളവരെ ഇങ്ങനെ ഈ അഴിച്ചുവിടുന്ന രീതി, ആ രീതി തടയാൻ കഴിയൂ.